to student ഇന്ന് നമ്മുടെ +1 കെമിസ്ട്രി ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഈ ചോദ്യം ദാറ്റ് ഈസ് ഈ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും നോക്കാം. ദാറ്റ് ബോത്ത് തിയറി ആൻഡ് പ്രോബ്ലംസ് രണ്ടും പ്രീവിയസിൽ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് ഈ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ തിയറി മാത്രം ഞങ്ങളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് തിയറി മാത്രമേ ഉള്ളൂ. ഇതിന്റെ ചാപ്റ്റർ തിയറിയാണ് അതിനകത്തുള്ളത്, പ്രീവിയസ് അല്ല. ജസ്റ്റ് ഇതിനകത്തുള്ള എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ടോപ്പിക്സും അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇതിലെന്ന് പറയുന്നത് പ്രീവിയസിൽ ആ തിയറിയും ഈ പ്രോബ്ലംസും വെച്ചിട്ട് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ്. സോ അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ആദ്യം ഞാൻ കുറച്ച് 2-3 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മിക്സ്ചർ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അവർ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസിൽ നിന്നും മിക്സ്ചർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ. ഓപ്ഷൻസ് വായിക്കട്ടെ. ഗ്രാഫൈറ്റ്, സോഡിയം ക്ലോറൈഡ്, ഡിസ്റ്റിൽഡ് വാട്ടർ, സ്റ്റീൽ. ഗ്രാഫൈറ്റ്, സോഡിയം ക്ലോറൈഡ്, ഡിസ്റ്റിൽഡ് വാട്ടർ, സ്റ്റീൽ. ഇതിലേതാണ് മിക്സ്ചർ? സ്റ്റീൽ ആണ് മിക്സ്ചർ. ഓക്കെ, അറിയുന്നവരാണെങ്കിൽ അങ്ങനെ, അറിയാത്തവരാണെങ്കിൽ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. സ്റ്റീൽ ആണ് കേട്ടോ മിക്സ്ചറിന് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഞാൻ ആ ഫിഗർ ഞാൻ ബോർഡിൽ എഴുതാം. നിങ്ങൾക്ക് കൗണ്ട് ചെയ്തിട്ട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് പറയണം. 0.0050306. ഇതിനകത്തുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? നമ്മുടെ 0 പോയിന്റിന് മുന്നുള്ള 0 എവിടെ കിടക്കുന്നത്? ലെഫ്റ്റ് സൈഡ് ആണ് കിടക്കുന്നത്. റൈറ്റ് സൈഡ് ആണെങ്കിൽ അത് പരിഗണിക്കണം, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ പരിഗണിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണുള്ളത്? 1 2 3 4 5 6 7 8 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസ് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് അത് അറിയാത്തവര്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസ് അറിയാത്തവര് ജസ്റ്റ് അതൊന്ന് പോയി കാണണേ. ഒരു മാർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. The balancing of chemical equations is based on which of the following law? നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ഇല്ലേ, അത് ഞാൻ താഴെ പറയുന്ന ഏത് ലോ പ്രകാരമാണെന്ന് പറയണം. ഞാൻ ഓപ്ഷൻസ് വായിക്കട്ടെ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ്. ഏതാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണോ? അല്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണോ? അതെ. എന്തുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ഇപ്പുറത്തെ സൈഡിലെ മാസം അപ്പുറത്തെ സൈഡിലെ മാസം ഒരേപോലെ ആക്കുകയല്ലേ നമ്മൾ ചെയ്യണത്. അതല്ലേ നമ്മൾ ബാലൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏത് ലോ പ്രകാരമാണ് നമ്മുടെ ഇത് ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരമാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ആര് പ്രപ്പോസ് ചെയ്ത ലോ ആണ്? ആന്റോണി ലാവോസിയർ പ്രപ്പോസ് ചെയ്ത ലോ ആണ്. ലോ എന്താണെന്ന് തൊട്ട് മുന്നത്തെ വീഡിയോയിലുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് അതും ഇതും കാണുന്ന കുട്ടികൾക്ക് ബോറടിയാണ്. സോ ഇത് കാണുന്ന കുട്ടികളാണെങ്കിൽ അത് പോയിട്ട് കാണണേ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ. 1 മാർക്ക് ഒക്കെ കഴിഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് ഫർദർ ആയിട്ട് കിടക്കാം. ഓൺ ദി ഒക്കേഷൻ ഓഫ് എ സെമിനാർ, നിശാന്ത് റിമാർക്ക്ഡ് ദാറ്റ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ഹാസ് സം faulty assumptions. ഒരു സെമിനാർ നടക്കുന്ന സമയത്ത് നിശാന്ത് പറഞ്ഞു ഡാൽട്ടൺ കണ്ടുപിടിച്ച അറ്റോമിക് തിയറിയിൽ അദ്ദേഹം കുറച്ച് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ഫോൾട്ടി ആയിട്ടുള്ള അസംഷൻസ് ആ ഒരു തിയറിയിൽ ഉണ്ട് എന്ന് നിശാന്ത് പറഞ്ഞു. ഒന്നാമത്തെ സബ് പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡു യു അഗ്രി വിത്ത് ഹിം? നിങ്ങൾ അതിനോട് യോജിച്ചു പോകുന്നുണ്ടോ? യോജിച്ച് പോകണം. കാരണം അദ്ദേഹം തെറ്റ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും യോജിച്ച് പോയേ പറ്റുള്ളൂ. നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് യോജിച്ച് നിൽക്കില്ലല്ലോ. അപ്പൊ അദ്ദേഹം തെറ്റിവിട്ട് നമ്മൾ യോജിക്കേണ്ട കാര്യമില്ല. സോ ഡു യു അഗ്രി വിത്ത് ഹിം എന്ന് ചോദിച്ചാൽ യെസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 മാർക്കാണ്. അപ്പൊ നോ എന്ന് എഴുതി മക്കളൊന്നും തെറ്റിക്കരുത്. യെസ് എന്ന് എഴുതാ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കട്ടെ. വാട്ട് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ടുഡേ? ഇപ്പോൾ നിലവിൽ ഡാൽട്ടൺ അറ്റോമിക് തിയറി എന്താണ്? ഇപ്പൊ നിലവിൽ അതിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന്റെ ആ തിയറിയിൽ കുറച്ച് തെറ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ അത് എന്തായിട്ട് മാറി? ഡാൽട്ടൺസ് അറ്റോമിക് തിയറി മോഡിഫൈഡ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ആയിട്ട് മാറി. മനസ്സിലായോ? അതിനുള്ള പോസ്റ്റ്ലേറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഈ വർഷം തന്നെയാണെന്ന് തോന്നുന്നു. ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ഹാസ് അണ്ടർഗോൺ മെനി മോഡിഫിക്കേഷൻസ്. ഇത് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇതിന്റെ രണ്ടാമത്തെ സബ് പാർട്ട്. ഓക്കെ, മൂന്നാമത്തെ സബ് പാർട്ടിലേക്ക് കിടക്കട്ടെ. റൈറ്റ് എനി 2 റോങ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. ഡാൽട്ടൺസ് തിയറി ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തെറ്റുകൾ വരുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു 2 തെറ്റ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും 2 നമുക്ക് തെറ്റ് പറയാൻ നമ്മൾ അടിപൊളിയല്ലേ. ഒന്നാമത്തെ തെറ്റ് ഞാൻ നിങ്ങൾക്ക് പറയാം. ഓൾ സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എല്ലാ സബ്സ്റ്റൻസും സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നും ആറ്റംസ് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഇൻഡിവിസിബിൾ എന്ന് പറയുന്ന സാധനം ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞതൊക്കെയായിരുന്നു അദ്ദേഹം. പക്ഷെ ഇത് തെറ്റാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ആറ്റംസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, രണ്ടാമത്തെ തെറ്റ് പറഞ്ഞു തരട്ടെ. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ മാസ്, സൈസ് ആൻഡ് ഷേപ്പ് എന്നായിരുന്നു. അത് തെറ്റാണ്. ഒരേ എലമെന്റിലുള്ള ആറ്റംസ് ഒക്കെ സെയിം എലമെന്റിലെ ആറ്റംസ് ഒക്കെ സൈസും ഷേപ്പിലും മാസിലും ഒരേപോലെയൊക്കെ ആണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ തെറ്റാണ്. ഓക്കെ, ഈ രണ്ട് തെറ്റും പഠിച്ചാൽ മതി. തെറ്റ് പഠിക്കാൻ നമ്മൾ അടിപൊളി ആയതുകൊണ്ട് തെറ്റ് ഇത് വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കും. അപ്പൊ ഡാറ്റന്റെ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 മാർക്ക് നിങ്ങൾ വൃത്തിയായിട്ട് സ്കോർ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തിയറിയിൽ വരുന്ന നമ്മുടെ പ്രീവിയസിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ടേബിൾ വൈസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം സെക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് സംഭവം തുടങ്ങുന്നത്. ഞാൻ ടേബിൾ ഒക്കെ വരച്ചു തരാം വൃത്തിയായിട്ട്. ഓക്കെ, complete the table. Okay, ആദ്യം 4.4 gram of CO2 dash mole carbon dioxide dash liter. Okay, dash gram O2 ഇതൊക്കെ നമ്മൾ ഫിൽ ചെയ്യേണ്ടതുണ്ടോ. 1 mole O2 dash liters. Okay, അടുത്തത് dash gram CO carbon monoxide dash mole CO 2.24 liter CO. ഓക്കെ, ഇതിൽ അവർ തന്നിരിക്കുന്ന ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് മറ്റേത് രണ്ടും ഫില്ല് ചെയ്യാം. ഓരോന്നും അവർ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് മറ്റേത് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. മനസ്സിലായില്ലേ? ഇതെങ്ങനെ ഫില്ല് ചെയ്യാം, നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം അവർ എന്താണ് തന്നിട്ടുണ്ട്, 4.4 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളതിൽ എത്ര മോൾ ആണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളിപ്പോ എന്താ എങ്ങനെ മോൾ എങ്ങനെ കണ്ടുപിടിക്കുക? മോൾ എങ്ങനെ കണ്ടുപിടിക്കുക? മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്യുലാർ മാസ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മോളിക്യൂൾ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ആണ്. മോളിക്യുലാർ മാസ് അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. മോൾ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ മോൾ is equal to given mass എന്ന് പറഞ്ഞാൽ അവർ ഏതാ തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 4.4 അല്ലേ? അപ്പോ 4.4 ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ്. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യുലാർ മാസ് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. 12 പ്ലസ് ഓക്സിജന്റെ 16 ഇൻറ്റു 2 അല്ലെ? എങ്ങനെയാണെങ്കിൽ 4.4 ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റർ കയ്യിലുണ്ടാവുമല്ലോ. ഇത് എത്ര വരിക? 44. 4.4 ഡിവൈഡഡ് ബൈ 44 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മോൾ കിട്ടും? 0.1 മോൾ എന്ന് കിട്ടും. മനസ്സിലായോ? 0.1 മോൾ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മോളിനകത്ത് എത്ര ലിറ്റർ ആണ്? 22.4 ആണ് അല്ലെ? ഒരു മോളിനകത്ത് 22.4 ആണ്. 22.4 ആണ്. നമുക്ക് ഇവിടെ എത്ര ആണ്? 0.1 മോൾ അല്ലേ? അപ്പൊ നമ്മുടെ പോയിന്റിൽ വ്യത്യാസം വരുമല്ലോ. ഇവിടുത്തെ പോയിന്റിൽ വ്യത്യാസം വരും. എന്താവും? 22.4 പകരം 2.24 ആവും. ഒന്നും ചെയ്തില്ല, പോയിന്റിൽ വ്യത്യാസം വന്നു. 1 മോൾ ആവുമ്പോൾ 22.4, 0.1 ആവുമ്പോൾ 2.24. അപ്പൊ ഇവിടെ എന്തായി? നമുക്ക് 2.24 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഒന്നാമത്തേത് മാർക്ക് കഴിഞ്ഞില്ലേ? ഇതിലിപ്പോ ടോട്ടൽ എത്ര ബ്ലാങ്ക് ഉള്ളത്? 1, 2, 3, 4, 5, 6 ബ്ലാങ്ക് ഉണ്ട്. അര മാർക്ക് വെച്ച് ഓരോ ബ്ലാങ്കിനും 3 മാർക്കിന്റെ ചോദ്യമായിരിക്കും മിക്കവാറും ഇതിൽ കേട്ടോ. ഞാനെല്ലാം ബെസ്റ്റ് പേപ്പറിന് എന്നാലും നമ്മൾ എഴുതിയ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാലോ. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ 2 ബ്ലാങ്ക് നമ്മൾ ഫിൽ ചെയ്തു അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിലുള്ളത്. അടുത്തത് നോക്കൂ. അടുത്തതിൽ എന്താ തന്നിരിക്കുന്നത്? മാസ് തന്നിട്ടില്ല, പകരം എന്ത് തന്നിട്ടുണ്ട്? മോൾ തന്നിട്ടുണ്ട്. നമുക്ക് അതേ ഫോർമുല തന്നെ ഉപയോഗിക്കാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് അല്ലെ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഒക്കെ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 ആണ്. ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലെ? ഞാൻ ജസ്റ്റ് ഒരു എക്സ് ഇട്ട് കൊടുക്കട്ടെ. ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ്. ഓക്സിജന്റെ മോളിക്യുലാർ മാസ് എത്രയാ? ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാ? 16 അല്ലെ? ഇൻറ്റു എത്ര ഓക്സിജൻ ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 1 is equal to x by 32, 32 എന്ന് കിട്ടിയില്ലേ? 16 into 2 എത്രയാ? 32 അല്ലെ? അപ്പൊ 32 ഇങ്ങോട്ടേക്ക് കൊണ്ടിരുമ്പോ 32 into 1 എത്രയായി? 32 is equal to എന്തെന്ന് കിട്ടി? x എന്ന് കിട്ടി. കിട്ടിയില്ലേ? നമ്മൾ അതേ ഇക്വേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 1 is equal to x by 16 into 2 എന്ന് ചെയ്തു. എന്നിട്ട് 32 കിട്ടി. 32 ഇങ്ങോട്ട് കണ്ടപ്പോൾ 32 is equal to x എന്ന് കിട്ടി. x എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാത്ത മാസ് അല്ലേ? നമ്മൾ തന്നിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ മാസ്. നമുക്ക് എത്ര കിട്ടിയ മാസ്? എത്ര ഗ്രാം എന്ന് കിട്ടി? 32. 32 ഗ്രാം എന്ന് കിട്ടി അല്ലെ? ഇനി നോക്കൂ, 32 ഗ്രാം കിട്ടി, ഇത് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യണം അല്ലെ? ഞാൻ അപ്പോഴേ പറഞ്ഞു, ഒരു മോള്
സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിനകത്ത് 22.4 ലിറ്റർ ആയിരിക്കും. 0 മോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു 2.24 ലിറ്റർ ആണ്. പോയിന്റിൽ വ്യത്യാസം വന്നു. ഇവിടെ 1 മോൾ O2 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 1 മോൾ O2 എത്ര ലിറ്റർ ഉണ്ടാവും? 22.4 അല്ലേ, 22.4 അല്ലേ. ലിങ്ക് ചെയ്ത് പഠിക്കുക അല്ലെ. ഒന്നാമത് സംഭവം നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ ഇക്വേഷൻ യൂസ് ചെയ്ത സെക്കൻഡ് സംഭവം കിട്ടിക്കഴിഞ്ഞു അല്ലെ. പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ റോയിൽ നമ്മൾ ഫില്ല് ചെയ്തു അല്ലെ. നമ്മുടെ മൂന്നാമത്തെ റോയിലേക്ക് കിടക്കാം. മൂന്നാമത്തെ റോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, അവർക്ക് മാസ് തന്നിട്ടില്ല, നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആകെപ്പാടുള്ളൊരു ഡാറ്റ എന്ന് പറയുന്നത് 2.24 ലിറ്റർ ഓഫ് കാർബൺ മോണോക്സൈഡ് എന്നുള്ള ഡാറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ 2.24 ലിറ്റർ ഞാൻ പറഞ്ഞിരുന്നു. 22.4 ലിറ്റർ ആണെങ്കിൽ അതിനകത്ത് 1 മോൾ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞതാണ് 1 മോൾ ആണെങ്കിൽ അതിനകത്ത് 2.24 ലിറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ ഞാൻ എന്ത് പറഞ്ഞു? രണ്ടാമത്തെ കേസിൽ ഞാൻ എന്താ പറഞ്ഞത്? നമ്മുടെ അല്ല, രണ്ടാമത്തെ കേസിലല്ല, ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? ഇത് ഞാൻ പറഞ്ഞത് ഇതിന്റെ കേസിലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് ഇതിന്റെ കേസിലായിരുന്നു. രണ്ടാമത്തെ കേസിൽ വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. തുടക്കത്തിന്റെ കേസിൽ എന്താ ഞാൻ പറഞ്ഞത്? ഇവിടെ എത്രയായിരുന്നു? 2.24 അല്ലേ. 2.24 ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോയിന്റിന്റെ വ്യത്യാസം വരും. 0.1 മോൾ ആയിരിക്കും അല്ലേ. 0.1 മോൾ ആയിരിക്കില്ലേ? ആയിരിക്കും. അതായത് 1 മോളിനകത്ത് 22.4 ലിറ്റർ ആണ്. 0.1 മോളിനകത്ത് 2.24 ലിറ്റർ ആയിരിക്കും. പോയിന്റിൽ വ്യത്യാസം വന്നു. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏതാ വന്നിരിക്കുന്നത്? 2.24 ലിറ്റർ അല്ലേ. 2.24 ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര മോൾ ഉണ്ട്? 0.1 മോളാണ് ഉള്ളത്. ശരിയല്ലേ? സമം കിട്ടിയില്ലേ? 0.1 മോൾ കിട്ടി. മോള് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഇവിടെ ചെയ്യാലോ. എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് അല്ലേ പറയുന്നത്. അപ്പൊ ഗിവൺ മാസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. ഗിവൺ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മോൾസ് നമുക്കറിയാം. മോൾ എത്രയാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? 0.1 is equal to ഗിവൺ മാസ് x ആയിട്ട് കൊടുത്തു ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. കാർബൺ മോണോക്സൈഡ് മോളിക്കുലാർ മാസ് എത്രയാ? 12 + 16. 12 + 16 എത്രയാണ്? 28. അങ്ങനെയാണെങ്കിൽ ഇവിടെ 28 കിട്ടിയില്ലേ? 0.1 is equal to x divided by 28 എന്ന് കിട്ടി. ഇനി ഈ 28 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഈ 28 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ 2.8 is equal to x എന്നാവും. ഓക്കെ. അപ്പൊ നമുക്ക് ഗിവൺ മാസ് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന മാസ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 2.8 ഗ്രാം ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത കാര്യം 22.24 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. നമുക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്. 2.24 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അപ്പൊ 0.1 is equal to given mass by molecular mass. ആ ഫോർമുല യൂസ് ചെയ്തു, എക്സ് എന്നിട്ട് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ഓക്കെ. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ഇട്ടിട്ട് ഓരോ ബോക്സിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1 മാർക്ക് വെച്ച് ഓരോ ബ്ലാങ്കിനും കിട്ടും. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് ബേസിക് ആയിട്ട് ആ മോൾസിന് ഒറ്റ ഫോർമുല, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അത്രേ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സമയമുണ്ടല്ലോ, ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞു. ഇനിയിപ്പോ വിശാലമായി സമയം എടുക്കണം. ഓരോരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ഇൻടു ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഓക്കെ. അവർ കുറച്ച് സംഭവങ്ങൾ അതിനെ ഹോമോജീനിയസിലേക്കും ഹെട്രോജീനിയസിലേക്കും ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്. ഞാൻ ഓരോരോ സാധനങ്ങൾ പറയാം. അത് ഏതിനകത്ത് വരുന്നത് നിങ്ങൾ പറയണം. പക്ഷെ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കില്ല, അതാണ് പ്രശ്നം. ഓക്കെ. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. ആദ്യത്തെ സോൾട്ട് സൊല്യൂഷൻ ഹോമോജീനിയസിൽ വരുമോ ഹെട്രോജീനിയസിൽ വരുമോ? ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പും വെള്ളം കൂടെ കലർത്തി കഴിഞ്ഞാൽ ഉപ്പ് വേറെ വെള്ളം വേറെ കാണുമോ? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ഏത് കാറ്റഗറിയിൽ ഇത് വരും? നമ്മുടെ ഏത് കാറ്റഗറിയിലാണ് ഇത് വരിക? സോൾട്ട് സൊല്യൂഷൻ. നമ്മുടെ ഇതിനകത്തല്ലേ വരിക? ഹോമോജീനിയസിനകത്തല്ലേ വരിക? സോൾട്ട് സൊല്യൂഷൻ ഇതിനകത്ത് വരും അല്ലെ. അടുത്തത് ഞാൻ വായിക്കട്ടെ. മിൽക്ക് ഏതിലാ വരിക? പാല് അല്ലെ. പാലിനകത്ത് വെള്ള കളർ വേറെ, കുറച്ച് വാട്ടർ. പാലിൽ എന്തായാലും ലിക്വിഡ് ആണ് അല്ലെ. വെള്ളത്തിന്റെ കണ്ടന്റ് വേറെ, മിൽക്കിന്റെ വൈറ്റ് പാർട്ട് വേറെ, ഫാറ്റ് വേറെ, ഒക്കെ വേറെ ആയിട്ടാണ് കാണുക അല്ലെ. എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടല്ലേ കാണുക. അപ്പൊ ഇത് ഏതിൽ വരും? ഹോമോജീനിയസിൽ വരും. ഓക്കെ. അടുത്തത് ഞാൻ വായിക്കട്ടെ. മിൽക്ക് കഴിഞ്ഞാൽ അടുത്തത് എയർ ഏതിലാ വരിക? ഹോമോജീനിയസിൽ വരുമോ ഹെട്രോജീനിയസിൽ വരുമോ? എയറിൽ വേറെ വേറെ എല്ലാം നിങ്ങൾക്ക് വേറെ വൃത്തിയായിട്ട് നോക്കുമ്പോൾ വൃത്തിയായിട്ട് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാം വേറെ അല്ലേ കാണാ. ഓരോ പല ഗ്യാസസ് ഉണ്ട് എയറിനകത്ത് അല്ലെ. അതിനകത്ത് എല്ലാം വേറെ ആണോ ഒറ്റയ്ക്കാണോ കാണുക? ഒരുമിച്ചല്ലേ കാണാം. അപ്പൊ ഏത് കാറ്റഗറിയിൽ വരും? ഹോമോജീനിയസിൽ വരും അല്ലെ. അടുത്തത് കെറോസിൻ മണ്ണെണ്ണ അല്ലെ. കെറോസിൻ ഏതിലാ കാണുക? നീല കളർ ഡാർക്ക് ബ്ലൂ ഒരു ഭാഗത്ത്, കുറച്ച് വെള്ള കളർ വേറെ ഭാഗത്ത്, അങ്ങനെയാണോ കാണുക? അല്ലല്ലോ. എല്ലാം ഒരുമിച്ചല്ലേ കാണുക. ഇതൊക്കെ ഡെയിലി ലൈഫിൽ നമുക്ക് കാണുന്ന സാധനങ്ങളല്ലേ.
കെറോസിൻ ഏതിൽ വരും? ഹോമോജീനിയസിൽ വരും. അടുത്തത് ഗ്യാസോലിൻ. ഗ്യാസോലിൻ ഏതിലാ വരിക? ഗ്യാസോലിൻ ഏതിലാ വരിക? ഹോമോജീനിയസിലാണ് വരിക ഗ്യാസോലിൻ. ഓക്കെ, അടുത്തത് അയൺ. അയൺ ഏതിലാ വരിക? അയൺ ഏത് കാറ്റഗറിയിൽ വരും? ഹോമോജീനിയസിൽ വരും, ഹെറ്ററോജീനിയസിൽ വരുമോ? ഹോമോജീനിയസിൽ വരും. ഇരുമ്പിനകത്ത് ഓരോ സാധനങ്ങളും വേറെ വേറെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അയൺ ഏതിനകത്ത് വരും? ഹോമോജീനിയസിനകത്ത് വരും. അടുത്തത് ലാസ്റ്റ് ഞാൻ വായിക്കട്ടെ. മഡി വാട്ടർ. മഡി വാട്ടർ ലാസ്റ്റ് വണ്ണാണ്. ഈ പെട്ടി എന്തായാലും ബ്ലാങ്ക് ഇടാൻ അവർ തരില്ലല്ലോ ചോദ്യത്തിൽ. അപ്പൊ നമുക്ക് വിവരമുള്ളവരൊക്കെ ബുദ്ധിപരമായിട്ട് എഴുതും. മഡി വാട്ടർ ഏതിലാ വരിക? ഇതിനകത്താണ് വരിക ഹെറ്ററോജീനിയസ്. അതിന് മണ്ണ് വേറെ വെള്ളം വേറെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. അപ്പൊ മഡി വാട്ടർ ഏതിനകത്താ വരിക? ഓക്കെ, നമ്മുടെ ഗ്യാസിൽ എന്ന് പറയുന്ന സാധനം പെട്രോൾ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നല്ലേ പെട്രോളൊക്കെ അടിക്കുന്ന ഇപ്പൊ എല്ലാവരും വെച്ചോണ്ട് എല്ലാ പിള്ളേരും വണ്ടി പെട്രോളൊക്കെ നിങ്ങൾ കാണുന്നല്ലേ. പെട്രോളിൽ ഏതെങ്കിലും വേറെ 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 കോമ്പോസിഷൻ കാണുന്നുണ്ടോ? ഒരുമിച്ച് കാണുന്നുണ്ടോ? ഒരുമിച്ചല്ലേ കാണാം. അപ്പൊ ഗ്യാസിൽ എന്ന് പറഞ്ഞാൽ പെട്രോളാണ്. മഡി വാട്ടർ നിങ്ങൾക്ക് അറിയാലോ. മഡി വാട്ടർ എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇത്രയും സാധനം നമ്മളോട് ഫില്ല് ചെയ്തു. ഇവരിവിടെ എം ടി ആയിട്ടിടാൻ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം തരില്ലല്ലോ. അവർ അത്ര വിവരമില്ലാതിരിക്കല്ല. അപ്പൊ മഡി വാട്ടർ ആണ് ഇവിടെ വരുന്നത്. ബാക്കിയുള്ള സമയം ഇവിടെയാണ് വരുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ മണ്ണ് വരെ വെള്ളം വരെയാണ്. സോ അത് ഇവിടെ ഉണ്ട്. ഞാൻ എന്താണ് ഇതിന്റെ തിയറി എന്താണെന്ന് ആ മറ്റേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക. ഓരോ ക്വസ്റ്റ്യനിലും ഞാനിത് പറയുന്നുണ്ട്. ബിക്കോസ് അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കൺസെപ്റ്റ് പറയുന്നില്ലല്ലോ. ഞാനിത് ഡിവൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല. അത് ഞാൻ മറ്റേ പറഞ്ഞത് കൊണ്ടാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ. അടുത്തത് ഒരു തിയറിയാണ്. കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡും കിട്ടുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡും കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ സബ്പാർട്ട് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ലോ ബിഹൈൻഡ് ദിസ്? ഇതിന് പുറകിലുള്ള ലോ ഏതാണ്? ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതേ എക്സാമ്പിൾ വെച്ച് ഞാൻ നേരത്തെ ഈ ലോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മറ്റേ വീഡിയോയിൽ. ഏതാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ് അല്ലെ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പ്രകാരമാണ് കാർബൺ ഓക്സിജനുമായിട്ടും ഓക്സിജനുമായിട്ട് കമ്പനി കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷന്റെ ബേസിസിലാണ്. ഇതിന്റെ തന്നെ രണ്ടാമത്തേത് പറയട്ടെ, സ്റ്റേറ്റ് ദ ലോ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണെന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് ആ ലോ സ്റ്റേറ്റ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. സോ സ്റ്റേറ്റ് വാട്ട് ഈസ് ദ ലോ ബിഹൈൻഡ് ദിസിന് 1 മാർക്കും സ്റ്റേറ്റ് ലോക്ക് 2 മാർക്കും എന്ന രീതിക്കായിരിക്കും മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും തന്നെയാണ് ആൻസർ. 3 മാർക്ക്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ലോ ഞാൻ ഇവിടെ പറയുന്നില്ല. ലോ ഞാൻ വായിച്ചിട്ട് എന്നാ, when two elements combine to form two or more compound mass of one element which combine with the fixed mass of the other bear a simple whole number ratio. അർത്ഥം ഒന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് ആ ഈ വീഡിയോ കാണുന്ന കോമൺ ആയിട്ടുള്ള അനിയന്മാരും അനിയത്തിമാരും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ അവരെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. സുബിൻ said that. സുബിൻ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു, the water of sea and river should have different chemical composition. റിവറിലെ വെള്ളത്തിനും കടലിലെ വെള്ളത്തിനും ഉപ്പ് വെള്ളത്തിനും രണ്ടിനും ഡിഫറെന്റ് കെമിക്കൽ കോമ്പോസിഷൻ ആണ് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ സപ്പോർട്ട് വായിക്കാം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ. നിങ്ങൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഒന്ന് വിലയിരുത്തൂ. എന്താണ് ഞാൻ ആ സുബിൻ പറഞ്ഞത് പൊട്ടത്തരമാണോ ബുദ്ധിയുള്ളത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറയൂ. സുബിൻ പറഞ്ഞത് വലിയ ശുദ്ധ മണ്ടത്തരമാണ്. കാരണം എന്താ പറയാ, ഉപ്പ് വെള്ളമാണെങ്കിലും കടലിലെ വെള്ളമാണെങ്കിലും പുഴയിലെ വെള്ളമാണെങ്കിലും കിണറിലെ വെള്ളമാണെങ്കിലും എല്ലാം വെള്ളം H2O തന്നെയാണ്. കെമിക്കലി വാട്ടർ H2O ആണ്. അതിപ്പോ ഉപ്പ് വളർന്നതാണെങ്കിലും മണ്ണ് വളർന്നതാണെങ്കിലും വെള്ളം എന്ന് പറഞ്ഞാൽ H2O ആണ്. സോ കെമിക്കലി വാട്ടറിന് ഡിഫറെന്റ് കോമ്പോസിഷൻ ആണ് എന്ന് പറഞ്ഞത് എന്താണ്? തെറ്റാണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താണ്? സുബിനെ ഫേവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഐ കാൺ ജോയിൻ വിത്ത് ഹിം എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. നിങ്ങൾ അവരെ കൂടെ കൂടരുത്. അപ്പൊ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. നല്ല കുട്ടിയായിരിക്കണം. തെറ്റൊന്നും പഠിക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് പറയട്ടെ. സപ്പാച്ച് പറയട്ടെ. വിച്ച് ലോ വുഡ് യു സജസ്റ്റ് ടു സാറ്റിസ്ഫൈ യുവർ ആൻസർ? വെറുതെ ചേർന്നാ പോരാ, അതിനൊരു കാരണവും കൂടെ വേണം. വാട്ട് ഈസ് ദ ലോ ബിഹൈൻഡ് ദിസ്? ഏത് ലോ ആണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആണ്. ഓക്കെ, ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ വായിക്കാം. സ്റ്റേറ്റ് ദ ലോ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആണെങ്കിൽ ആ ലോ സ്റ്റേറ്റ് ചെയ്യണം പറഞ്ഞിരിക്കണം. തൊട്ട് മുന്നത്തെ പോലെ തന്നെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞു അത് സ്റ്റേറ്റ് ചെയ്യണം. ഇവിടെ എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ സ്റ്റേറ്റ് ചെയ്യണം. സ്റ്റേറ്റ് ചെയ്യണത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവർ 4 സംഭവങ്ങൾ തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതൽ ഏതിലാണ്, മാസ് കൂടുതൽ ഏതിലാണെന്നാണ് കൊണ്ടുപിടിക്കുന്നത്. അത് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ 4 കോർണർ ഒക്കെ എഴുതി നമുക്ക് പ്രോബ്ലത്തിലുള്ള സ്പേസ് ഇട്ട് എഴുതിയാത്തേ ഉള്ളൂ. 4 ഓപ്ഷനെ വായിക്കാം.
1 മോൾ ഓഫ് ഗ്ലൂക്കോസിനാണോ 4 മോൾ ഓഫ് O2-നാണോ 6 മോൾ ഓഫ് നൈട്രസ് ദാറ്റ് ഈസ് N-നാണോ 5 മോൾ ഓഫ് സോഡിയത്തിനാണോ കൂടുതൽ മാസ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മൾ ഓരോന്നിന്റെയും മാസ് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുക, ഏറ്റവും വലിയ വാല്യൂ നമ്മുടെ ഉത്തരം, അത്രയേ ഉള്ളൂ. അപ്പൊ 1 മോൾ ഓഫ് ഗ്ലൂക്കോസ് അല്ലെ, നമുക്കറിയാം. ഞാൻ തൊട്ട് മുന്നത്തെ ബോക്സ് നമ്മൾ ചെയ്തില്ലേ, അതിൽ ഞാൻ എന്ത് പറഞ്ഞിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര മോളാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്? 1 മോളാണ് തന്നിട്ടുണ്ട് അല്ലെ. 1 മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവർ എത്ര തന്നിട്ടുണ്ടെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ അതിന് എക്സ് എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ് എടുക്കും. ഗ്ലൂക്കോസിന്റെ സാധനം C6H12O6 ആണ് സാധനം അല്ലെ. കാർബൺ എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 6 × 12 അല്ലേ, പ്ലസ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട്. 12 × അറ്റോമിക് മാസ് 1 പ്ലസ് ഓക്സിജൻ എത്ര ഉണ്ട്? 6 എണ്ണം. 6 × 16. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എത്ര കിട്ടും? 180 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്യുന്നതല്ലേ 180 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതല്ലേ കണ്ടുപിടിക്കുന്ന സാധനം തൊടരുത്, അവിടെ തന്നെ വെക്കുക. അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ 180 × 1 അല്ലേ. 180 × 1 എത്ര കിട്ടുക? 180 ഗ്രാം ആണ് തന്നിരിക്കുന്ന ഗിവൺ മാസ്. അപ്പൊ ഒന്നാമത്തതിനെ മനസ്സിലായില്ലേ, എങ്ങനെയാണ് ചെയ്യാന്ന് മനസ്സിലായിട്ടാവുമല്ലോ. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ 180 ഗ്രാം ആണ് ഒന്നാമത്തതിന്റെ കിട്ടി. ഞാൻ ഇത് വായിക്കട്ടെ, കാരണം ഞാൻ ഇപ്പുറത്ത് ചെയ്യുമ്പോൾ ഫുൾ എല്ലാം കൂടെ കുളവും, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അവിടെ ചെയ്യട്ടെ. 4 മോൾ ഓഫ് O2 ആണ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ. ഇതേ ഫോർമുല തന്നെയാണ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എത്ര ഉണ്ട്? 4 ആണ് തന്നിട്ട്. 4 ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് കണ്ടുപിടിക്കണം. എക്സ് ആയിട്ട് കൊടുത്തു, ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. എത്ര ഓക്സിജൻ ആണ് തന്നിരിക്കുന്നത്? 2 ഓക്സിജൻ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ അറ്റോമിക് മാസ് എത്രയാ? 16 ആണ് ഓക്സിജന്റെ. സോ 16 × 2 32. അപ്പൊ 4 is equal to x by 32 അല്ലെ. ഈ 32 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോ 4 × 32 is equal to x എന്നാവും. ശരിയല്ലേ? 4 × 32 ന്റെ ആൻസർ എത്രയാ? 4 × 32 is equal to 128 ഗ്രാം ആണ് എക്സിന്റെ വാല്യൂ. മനസ്സിലായോ? ഗിവൺ മാസ് എത്രയാണ്? 128 ഗ്രാം ആണ്. എന്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫൈനൽ ആൻസർ പേപ്പർ എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, 128 ഗ്രാം ആണ് സെക്കൻഡ് വൺ. ആൻഡ് മൂന്നാമത്തെ എനിക്ക് കിടക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കൂ. 6 മോൾ ആണ് തന്നിട്ടുണ്ട്. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെ. മോളിക്കുലാർ മാസ് 6 മോൾ ഓഫ് നൈട്രജൻ N ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. N ആണ് നൈട്രജന്റെ അറ്റോമിക് മാസ് ആണ് അല്ലെ. നൈട്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? 14 അല്ലെ. 14 അല്ലേ ആണ്. 6 × 14 6 × 14 is equal to x ആണ് അല്ലെ. 6 × 14 എന്താ ഉത്തരം? 6 × 14 is equal to 84 ഗ്രാം ആണ് തന്നിരിക്കുന്നതിന്റെ ഗിവൺ മാസ്. ഒരേ ഫോർമുല, സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു വ്യത്യാസമില്ല. ഈ അറ്റോമിക് മാസിനും മോൾസിനും വ്യത്യാസമുണ്ട്, അത്രയല്ലേ ഉള്ളൂ. 6 മോൾ is equal to ഗിവൺ മാസ് കണ്ടുപിടിക്കാൻ ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്, ദാറ്റ് ഈസ് മോളിക്കുലാർ മാസ്. സോ മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ 14 ആണ്. സോ ഇങ്ങോട്ട് കഴിയുമ്പോൾ 6 × 14 ആയി. 6 × 14 എത്രയാ? 84 ഗ്രാം. സോ ഇതുവരെ മനസ്സിലായില്ലേ? നമുക്ക് നാലാമത്തേലേക്ക് കിടക്കാലോ. 5 മോൾ ഓഫ് സോഡിയം അല്ലെ. 5 മോൾ ഓഫ് സോഡിയം. 5 is equal to x by സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാ? 23 അല്ലെ. 5 × 23 ആണ് ചെയ്യേണ്ടത്. 5 × 23 is equal to x അല്ലേ. ഇങ്ങോട്ട് കഴിയുമ്പോൾ ഇൻറ്റു ആവില്ലേ. 5 × 23 എത്ര വാല്യൂ? 115 ഗ്രാം is equal to x. ദയവ് ചെയ്തിട്ട് ഈ ഗ്രാമും യൂണിറ്റ് ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എഴുതാം. അപ്പൊ നമുക്ക് 4 വാല്യൂ കിട്ടി. ഏതൊക്കെയാ 4 വാല്യൂ? 180 ഗ്രാം, 128 ഗ്രാം, 84 ഗ്രാം ആൻഡ് 115 ഗ്രാം അല്ലെ. ഇതിൽ 4ലും ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് ഏതാ? മാസ് ഉള്ളത് ഏതാ? മാസാണ്. സോറി, വെയിറ്റ് അല്ല. ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത് ഏതാ? 180 ഗ്രാം അല്ലേ. സോ ഗ്ലൂക്കോസ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കത് 1 വേർഡ് എഴുതാം. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, സി, ഡി എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. സോ ഓപ്ഷൻ എ നിങ്ങൾ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേപടി ചോദിക്കുന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏതാണ് ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഏറ്റവും കൂടുതൽ മാസ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സോ ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് മോൾസ് വെച്ചിട്ട് മാസ് കണ്ടുപിടിച്ച് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ഒന്ന് ചെയ്യും. മനസ്സിലായിട്ടാണ് ചോദിച്ചത്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ചോദ്യം ഞാൻ ആദ്യം വായിക്കട്ടെ. കാൽക്കുലേറ്റ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ 6.02 × 10⁻25 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ അറ്റ് STP. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത്ര മോളിക്യൂൾസ് അറ്റ് STP ഇടാമുണ്ടാവുന്ന വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉള്ളത്?
6.022 into 10⁻23 ആണ്. എന്താണ് ഇതെന്താ സാധനം? അവഗാഡ്രോസ് നമ്പർ അല്ലേ? ഒരു മോളിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, മോളിക്യൂൾസ് ഉണ്ട്. ഇത് വിച്ച് ഇസ് ഈക്വൽ ടു എത്ര ലിറ്റർ ആണ്? അറ്റ് STP 22.4 ലിറ്റർ അറ്റ് STP ആണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ഒരു മോളിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ? 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അറ്റ് STP എത്ര വോളിയം? അതിനകത്ത് അറ്റ് STP എത്ര വോളിയം ആണുള്ളത്? 22.4 ലിറ്റർ ആണ് ഉള്ളത്. നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ എത്ര മോളിക്യൂൾസിന്റെ കാര്യം പറയുന്നത്? ഇവിടെ 6.022 into 10⁻23 മോളിക്യൂൾസ് ആണ്. നമുക്ക് എത്ര മോളിക്യൂൾസ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 6.02 into 10⁻25 ആണ് തന്നിരിക്കുന്നത് അല്ലേ? 6.02 into 10⁻25 മോളിക്യൂൾസ് അല്ലേ? മോളിക്യൂൾസ് ആവുമ്പോൾ എത്ര ലിറ്റർ അല്ലെങ്കിൽ എത്ര വോളിയം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഡയറക്റ്റ് ഇതും കൂടെ ക്രോസ് ചെയ്താൽ പോരെ? ഇതും കൂടെ ക്രോസ് ചെയ്താൽ പോരെ? ഉത്തരം കിട്ടില്ലേ? ഇത് നമുക്ക് ചെയ്ത് നോക്കാലോ. 6.02 into 10⁻25 into 22.4 divided by എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? അവഗാഡ്രോസ് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അവഗാഡ്രോസ് നമ്പർ എത്രയാണ്? 6.022 into 10⁻23. ഇത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുക കാൽക്കുലേറ്ററിൽ. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 2240 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ലിറ്റർ. ഓക്കെ, നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അർത്ഥം മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആണ് മോളിക്യൂൾസ് ഉള്ളത്. ആ മോളിക്യൂൾസ് അറ്റ് വോളിയം STP എത്രയാ? 22.4 ലിറ്റർ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് 6.02 into 10⁻25 മോളിക്യൂൾസ് ആണ്. സോ ഇവിടെ ഇതിന് പകരം ഇവിടെ എന്ത് വരും നമുക്ക് അറിയണം അല്ലെ? ഇതിന് പകരം ഇവിടെ വരുന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും 2240 ലിറ്റർ. അതായത് ഇത് യൂണിറ്റ് തെറ്റിക്കാതെ എഴുതാം, യൂണിറ്റ് എഴുതണം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യും. മനസ്സിലായിട്ടാന്ന് വെച്ചാൽ അപ്പൊ സ്റ്റുഡന്റിന്റെ ഇന്നത്തെ പാർട്ട് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ഫ്രം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി നോക്കിയിട്ടുണ്ട്. അതില് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് തിയറി ചെയ്തു. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ തിയറിയും പ്രോബ്ലംസും മിക്സ് ആയിട്ട് പ്രീവിയസിൽ കണ്ടുവരുന്ന തരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഫോർമുലാസ് വെച്ചിട്ട് കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റിന്റെ ചെയ്യാനുണ്ട്, നമുക്ക് എംപിരിക്കൽ ഫോർമുല ചെയ്യാനുണ്ട്, മാസ് പെർസെന്റേജ് ചെയ്യാനുണ്ട്, മൊളാലിറ്റി അങ്ങനത്തെ കുറച്ച് ഫോർമുലാസും കൂടെ നമുക്ക് ഇതിൽ കവർ ചെയ്യാനുണ്ട്. സോ ആ ഫോർമുലാസും അതിന്റെ ബേസിസിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു പാർട്ട് തേർഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പാർട്ടും തൊട്ട് മുന്നത്തെ പാർട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അപ്പോഴേക്കും നമ്മൾ മൂന്നാമത്തെ പാർട്ട് അപ്ലോഡ് ചെയ്യും. ആ പാർട്ടും കാണാം. സോ ചാപ്റ്റർ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.